മാഡം, ശ്രീലക്ഷ്മി ഇതുവരെ എത്തിയില്ലേ? ഇല്ല നന്ദൻ, ഇന്ന് വരുമോന്ന് അറിയില്ല. ശ്രീലക്ഷ്മി വന്നിരുന്നെങ്കിൽ എല്ലാം അവളോട് തുറന്നു പറയായിരുന്നു. ഇനി ഇതെങ്ങനെ തുടരാൻ വയ്യ. ഹലോ, ഇതാ വരുന്നു. ഇവിടുന്ന് പരിചയമുള്ള ആരെയും കാണുന്നില്ലല്ലോ. ആര് വന്നാലും ഇല്ലെങ്കിലും ആ സാൻഡ്ര മാഡം മാത്രം മുന്നിൽ വന്ന് ചാടാതിരുന്നാ മതിയായിരുന്നു. നേരെ അങ്ങ് സാറിന്റെ ക്യാബിനിലേക്ക് പോവാനും തോന്നുന്നില്ല. ഞാനയച്ച മെസ്സേജസ് രവി സാറ് നോക്കാത്ത എന്താണോ എന്തോ. ഫോൺ വിളിക്കാന്ന് വെച്ചാ രാജാറാം സാർ അറിഞ്ഞത് വിഷയാവുകയും ചെയ്യും. ഏതായാലും ഇതുവരെ പരിചയമുള്ള ആരെയും കണ്ടില്ല. വന്നതുപോലെ അങ്ങ് തിരിച്ചു പോയാലോ. രാജാറാം സാർ പറയുന്നതൊന്നും കേട്ട് നീ ടെൻഷൻ അടിക്കണ്ട. നീ എന്ത് തീരുമാനിച്ചാലും ആദ്യം രവിവർമ്മൻ സാറിനെ കണ്ട് സംസാരിക്കണം. എന്തുണ്ടെങ്കിലും സാറിനോട് പറയണം. നീ ധൈര്യമായി പോയി സാറിനോട് സംസാരിക്കേ പ്ലീസ്. തിരികെ പോകാൻ പാടില്ല. വന്ന കാര്യം നടത്തിയിട്ട് മതി മടക്കം. ശ്രീലക്ഷ്മി മാഡം, എക്സാം കഴിഞ്ഞായിരുന്നോ? ആ നജീബിക്ക, എക്സാം ഒക്കെ കഴിഞ്ഞു. പക്ഷെ ഓഫീസിൽ വരാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ. നജീബിക്കയ്ക്ക് ഈ കത്തൊന്ന് രവിവർമ്മൻ സാറിന് കൊടുക്കാൻ പറ്റുമോ? അയ്യോ, അത് മാഡം, സാർ ക്യാബിനിലുണ്ടല്ലോ, ഒന്ന് കേറി കണ്ട് നേരിട്ട് കൊടുത്താ പോരെ? ഇല്ല നജീബിക്ക, അച്ഛനും അമ്മയും താഴെ ഓട്ടോയിൽ വെയിറ്റ് ചെയ്യാ. അത്യാവശ്യം ഒരു യാത്ര. ഒന്ന് കൊടുത്തേക്കുവോ സാറിന് പ്ലീസ്? ശരി മാഡം. നജീബ്, തന്നെ സാന്ദ്ര ഇവിടെ അന്വേഷിക്കുന്നു. ശരി സർ. എക്സ്ക്യൂസ് മീ മാഡം, അന്വേഷിച്ചെന്ന് പറഞ്ഞായിരുന്നു. യെസ് നജീബ്, ഇതൊന്ന് നന്ദന് കൊടുത്തേക്ക്. ഓക്കെ മാഡം. Yeah, Mr. Douglas. Can you spare a few minutes to talk? ഹലോ, ഞാൻ ഓഫീസിലാ. ഞാൻ വിളിക്കാം. ശരി ശരി. നന്ദ സാർ ഇതോടെ പോയി. ഓ, ചിലപ്പോ ക്യാൻറ്റീനിൽ പോയതായിരിക്കും. മാഡം, നന്ദ സാറിന് ഒരു ലെറ്റർ വെച്ചിട്ടുണ്ട്, വരുമ്പോ ഒന്ന് പറയണം. ഓക്കെ, പറയാം. ശരി മാഡം. ശരി.
മേ കമിൻ സർ? യാ കം ഇൻ. സർ, ശ്രീലക്ഷ്മി മേഡം ഒരു ലെറ്റർ തന്നിട്ട് പോയി, സാറിന് തരാം. ശ്രീലക്ഷ്മി? അതെ സർ. എപ്പോ കൊണ്ടുവന്നു? ഇപ്പോഴാണ് സർ. ഓ ശരി. ആ നന്ദൻ, നജീബ് ടേബിളിൽ ഒരു ലെറ്റർ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓ, സാന്ദ്രമേടം കൊടുത്തോട്ടെ. ശരി. ദേ മാഡം. ഇന്ന് വൈകുന്നേരം 4:30 മണിക്ക് ബീച്ച് റോഡിലുള്ള വിന്റർ ഗാർഡൻസിലേക്ക് വരണം. ഞാൻ കാത്തിരിക്കും. എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത്യാവശ്യമാണ്. ദയവ് ചെയ്ത് വരാതിരിക്കരുത്. ശ്രീലക്ഷ്മി. ഓ മൈ ഗോഡ്. ഞാൻ അവളോട് സംസാരിക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോ അവള് തന്നെ എന്നെ കാണാൻ ക്ഷണിച്ചിരിക്കുന്നു. ഇതാണ് എല്ലാം തുറന്നു പറയാൻ പറ്റിയ അവസരം. ആ ഇതെന്താ ഇത്? ഇത് സാൻഡ്ര നന്ദന് കൊടുക്കാൻ എഴുതിയതാണല്ലോ. ആണോ സർ? ഓ സോറി, കവർ മാറിപ്പോയതായിരിക്കും. ഞാനിപ്പോ എടുത്തോണ്ടിരിക്കാം സർ. സോറി സർ. അവൻ കട്ടിയാണല്ലോ. ഇത് നേരെ പോകുന്ന ലക്ഷണമില്ല. ശ്രീലക്ഷ്മി. സർ. നന്ദൻ, നീ എന്താ ഇവിടെ? അത് കൊള്ളാം. താനല്ലേ എന്നോട് ഇവിടെ വരാൻ പറഞ്ഞേ? മൈ ഗോഡ്, ഞാനോ? അതെ, താനല്ലേ എനിക്ക് ലെറ്റർ തന്നെ ഇവിടെ വന്ന് കാണാൻ പറ്റുമെന്ന്. ലെറ്റർ? അത് പിന്നെ സത്യത്തിൽ ഞാൻ തന്നെ കണ്ട് സോറി പറയാനിരിക്കായിരുന്നു.
പക്ഷേ താൻ തന്നെ ഇന്ന് കാണണമെന്ന് പറഞ്ഞ് കത്ത് തന്നത് നന്നായി. അതാ ഞാൻ വന്നത്. നന്ദൻ എന്തായി പറയുന്നത്? ഇത് തമാശ പറയാനുള്ള സമയമല്ല. അല്ല ശ്രീലക്ഷ്മി, ഞാൻ പറഞ്ഞത് തമാശയല്ല. ഇൻഫാക്ട് എന്റെ ജീവിതം വലിയൊരു കഥയാണെന്ന് പറയാം. തന്നെ കണ്ടതിന് ശേഷം ഐ ഫെൽറ്റ് റിയലി ഹാപ്പി. എനിക്ക് വേറെ ഫ്രണ്ട്സൊന്നുമില്ല. ഐ ഹാവ് നോ വൺ. ആക്ച്വലി ഞാനിവിടെ വന്നതിന്റെ ലക്ഷ്യം വേറെയാണ്. പക്ഷേ തന്നെ പരിചയപ്പെട്ടപ്പോ എനിക്ക് കിട്ടിയത് നല്ലൊരു സുഹൃത്തിനെയാണ്. അതിലൂടെ എന്റെ ലക്ഷ്യം തെറ്റാണെന്ന തിരിച്ചറിവ് എനിക്കുണ്ടായി. സത്യം പറഞ്ഞാൽ തന്നെ എനിക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷേ തന്നെ പോലെ നല്ലൊരു കുട്ടിക്ക് ഞാൻ ഒരിക്കലും ചേരില്ല ശ്രീലക്ഷ്മി. സോ ഐ എം സോറി ശ്രീലക്ഷ്മി. ഞാൻ ഇവിടെ വിട്ട് പോവാ. ദർ ഇസ് നോ കമ്മിങ് ബാക്ക് നൗ. സോറി നന്ദൻ, നീ ഈ പറയുന്നൊന്നും എനിക്ക് നേരെ മനസ്സിലാവുന്നില്ല. നീ എവിടെ പോന്നു? എന്തിന്? എന്താ ഇവിടെ ഇപ്പൊ നിന്റെ പ്രശ്നം? അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പൊ തനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവുകയില്ല. കാരണം ഞാനൊരു ഇടനിലക്കാരൻ മാത്രമാണ്. ബൈ ദ വേ, ശ്രീലക്ഷ്മിയുടെ അച്ഛൻ എന്നെ കാണാൻ വന്നിരുന്നു. എന്റെ ദോസ്ത് വന്നത് എന്നോട് തന്റെ കല്യാണക്കാരെ സംസാരിക്കാനാണെന്നാണ് തോന്നുന്നത്. കല്യാണക്കാരിയോ? ആ ഹലോ സർ. താൻ നന്ദനെ കാണാനാണ് ഇവിടെ വന്നത്? ഞാനെത്തിയത് ശല്യമില്ലല്ലോ? അയ്യോ ഇല്ല സർ, ഞാൻ സാറിനെ കാണാനാ വന്നത്. പക്ഷെ യാദൃശ്ചികമായി നന്ദനെ കണ്ടു, അതാ സംഭവിച്ചത്.
എടുക്കും. ഓക്കെ സർ. Pick the call. കുഴപ്പമില്ല സർ, പിന്നെ ഞാൻ എടുത്തോളാം. I said pick the call. സ്പീക്കറിലിട്. GD ആണ്. നിനക്കെന്താ ഫോൺ എടുക്കാത്ത താമസം? നീ എവിടെയാ ഇത്? നന്ദൻ, ആൻസർ മീ. ഹലോ ഹലോ, GD ആണ് സംസാരിക്കുന്നത്. നന്ദൻ, നീ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. നന്ദനല്ല, ഞാൻ രവിചന്ദ്രവർമ്മനാണ്. നിന്റെ 1-ാം നമ്പർ ശത്രു. സർ, ഞാൻ സാറിനെ കാണാനാ വന്നത്. പക്ഷെ നന്ദൻ എന്തിനാ ഇവിടെ എത്തിയതെന്ന് എനിക്കറിയില്ല. നന്ദന് സാറിനോട് എന്തോ പറയാനുണ്ടായിരുന്നു. സാറ് സമ്മതിച്ചില്ല. സമ്മതിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അവൻ എന്തിനാണ് വന്നതെന്ന് പറയുമായിരുന്നു. താനിപ്പോ പോയിക്കോളൂ. നാളെ നമുക്ക് ഓഫീസിൽ വെച്ച് സംസാരിക്കാം. പക്ഷെ സാർ ഓഫീസില് പുറത്ത് വണ്ടി കിടപ്പുണ്ട്. തന്നെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യും. കുഴപ്പമില്ല സർ, ഞാൻ ഒറ്റയ്ക്ക്. Just go.
നീ എന്ത് മണ്ടത്തരമായി കാണിച്ചത്? അവൻ ജിഡിയുടെ ആളാണെന്ന് അറിഞ്ഞിട്ടും നീ നന്ദൻ എന്തിനാ വെറുതെ വിട്ടത്? അറിയാലോ, അവനിപ്പോൾ നമ്മുടെ ഓഫീസിലെ പല സീക്രട്സും സ്വന്തം വിരൽത്തുമ്പിലുണ്ട്. അതിനാ അവൻ തന്ത്രപരമായി കമ്പനിയിൽ ജോയിൻ ചെയ്തത് തന്നെ.